പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇന്ന് ഈസ്റ്റർ സൺഡേ. എല്ലാ മക്കൾക്കും ഈസ്റ്ററിൻ്റെ മംഗളങ്ങൾ ആശംസിക്കുന്നു, പ്രാർത്ഥനകൾ നേരുന്നു. പുനരുദ്ധാനം എന്നത് മരിച്ചതിൽ നിന്നുള്ള ഉയർത്തെഴുന്നേൽപ്പാണ്. ക്രിസ്തുവിൻ്റെ പുനരുദ്ധാനം നമ്മുടെ ഭൂതകാലത്തെയും വർത്തമാനകാലത്തെയും ഭാവിയെയും ഏറെ സ്വാധീനിക്കുന്ന ഒന്നാണ്. ഭൂതകാലത്തെ പറ്റി ചിന്തിക്കുമ്പോൾ ഉയർപ്പിലൂടെ നമ്മുടെ പാപങ്ങൾ മാറ്റിമറിക്കുന്നു, കുറ്റബോധം വിശുദ്ധീകരിക്കപ്പെടുന്നു. വർത്തമാനകാലം എന്ന് പറയുമ്പോൾ പ്രതീക്ഷയോടെയുള്ള ഒരു ജീവിതം നമുക്ക് കർത്താവ് വാഗ്ദാനം ചെയ്യുന്നു. ഭാവി കാലത്തെ സ്വാധീനിക്കുന്നത് മരണാന്തരം നമുക്ക് സുരക്ഷിതമായ ഒരു ജീവിതം ദൈവം വാഗ്ദാനം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, പാപമോചനവും രൂപാന്തരപ്പെട്ട ജീവിതവും ദൈവമായുള്ള നിത്യജീവനും വാഗ്ദാനം ചെയ്യുന്നു യേശുവിൻ്റെ ഉദ്ധാനത്തിലൂടെ. നമ്മുടെ വിശ്വാസത്തിലെ കേന്ദ്രമാണ്, വിശ്വാസത്തിൻ്റെ മൂലക്കല്ലായി യേശുവിൻ്റെ പുനരുദ്ധാനം മാറ്റപ്പെടുന്നു. വീണ്ടും നാം ദൈവം മുമ്പാകെ നീതീകരിക്കപ്പെടുന്നു. അവൻ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരണത്തിന് ഏൽപ്പിക്കപ്പെട്ടു, നമ്മുടെ നീതീകരണത്തിനായി ഉയർപ്പിക്കപ്പെട്ടു. റോമാലേഖനം 4:25 വായിക്കുന്നു. നമുക്ക് പാപമോചനവും രൂപാന്തരപ്പെട്ട ജീവിതവും ദൈവമായുള്ള നിത്യജീവനും ലഭിക്കുന്നു കർത്താവിൻ്റെ ഉദ്ധാനത്തിലൂടെ. യേശുവിൻ്റെ പുനരുദ്ധാനത്തെ ഭാവി ജീവിതത്തിൻ്റെ ഉറപ്പായി നമുക്ക് കാണാൻ സാധിക്കും. അവസാന നാളിൽ മരിച്ചവരിൽ നിന്നുള്ള ഒരു ശാരീരികമായ പുനരുദ്ധാനം, പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നുള്ള ആത്മീയ പുനരുദ്ധാനം, ഒരു പുതിയ ജീവിതത്തിലേക്കും ഹൃദയമാറ്റത്തിലേക്കും ഇത് നയിക്കപ്പെടുന്നു. അതുകൊണ്ടാണ് 1 പത്രോസ് 1:4 പറയുന്നു, അവിടുന്ന് തൻ്റെ കാരുണ്യരേഖത്താൽ യേശു ക്രിസ്തുവിൻ്റെ മരിച്ചതിൽ നിന്നുള്ള ഉദ്ധാനം വഴി സജീവമായ പ്രത്യാശയിലേക്കും നിങ്ങൾക്കായി സ്വർഗത്തിൽ കാത്തു സൂക്ഷിക്കപ്പെടുന്ന അക്ഷയവും കളങ്കരഹിതവും ഒളിമങ്ങാത്തതുമായ അവകാശത്തിലേക്കും നമ്മെ വീണ്ടും ജനിപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഓർക്കുക, 1 പത്രോസ് 1:4 പറയുന്ന പോലെ ഉദ്ധാനത്തിൻ്റെ അന്തസത്ത എന്ന് പറയുന്നത്, ക്രൈസ്തവ വിശ്വാസ മൂലക്കൽ എന്ന് പറയുന്നത് പത്രോസ്ലീഹയുടെ 1-ാം ലേഖനം 1-4 അവിടുന്ന് തൻ്റെ കാരുണ്യരേഖത്താൽ യേശു ക്രിസ്തുവിൻ്റെ മരിച്ചതിൽ നിന്നുള്ള ഉദ്ധാനം വഴി സജീവമായ പ്രത്യാശയിലേക്കും നിങ്ങൾക്കായി സ്വർഗത്തിൽ കാത്തു സൂക്ഷിക്കപ്പെടുന്ന അക്ഷയവും, ഭാവി നമുക്ക് കിട്ടാൻ പോകുന്ന കാര്യത്തെ പറ്റിയ പത്രോസ് പറയുന്നത്, സ്വർഗത്തിൽ കാത്തു സൂക്ഷിക്കപ്പെടുന്ന അക്ഷയവും കളങ്കരഹിതവും ഒളിമങ്ങാത്തതുമായ അവകാശത്തിലേക്കും നമ്മെ വീണ്ടും ജനിപ്പിക്കുന്നു. അതാണ് യേശുവിൻ്റെ പുനരുദ്ധാനത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത്. എങ്കിൽ പ്രിയമുള്ളവരെ, നമ്മുടെ ഭാവിയും ഭൂതവും വർത്തമാനകാലവും ഒരുപോലെ സ്വാധീനിക്കുന്ന വലിയ സത്യമാണ് ഉദ്ധാനം. ഈ ഉദ്ധാന രഹസ്യത്തിൻ്റെ അന്തസത്ത ഉൾക്കൊണ്ടുകൊണ്ട് ഓരോ നിമിഷവും ജീവിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഒപ്പം പ്രിയമുള്ളവരെ, ഭാവിയിലെ അക്ഷയവും കളങ്കരഹിതവും ഒളിമുങ്ങാത്തതുമായ അവകാശം തമ്പുരാൻ നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഉദ്ധാന തിരുനാളിൻ്റെ മംഗളങ്ങൾ നേരുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അച്ഛനീശ്വരാശ്വാന്തരം, നമ്മുടെ കർത്താവായ ശമിശായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഒരിക്കൽ കൂടി ഉദ്ധാന തിരുനാളിൻ്റെ മംഗളങ്ങൾ എല്ലാവർക്കും നേരുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.